ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു സുവർണയോട് ചോദിക്കുകയാണ്, പറയടി, പറ, എന്താണ്, ആരാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റും. രാധികാമ്മയും വരുണുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്നാലും നിൻ്റെ വായിൽ നിന്നും അതെനിക്ക് കേൾക്കണം എന്നും ഗീതു ചോദിക്കുകയാണ്. അത് കേട്ടതും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് മേഡം എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ മേഡത്തിനോട് എന്ത് തെറ്റാ ചെയ്തത്? അത് കേട്ടതും വീണ്ടും ഗീതു സുവർണയുടെ കവളത്തിട്ടടിക്കുക. അപ്പോൾ സുവർണയ്ക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാ എന്നോട് പറ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം, മര്യാദയ്ക്ക് പറയാൻ. എന്നെ കൊല്ലാൻ ആളെ വിട്ടിട്ട് നീ അതെല്ലാം ചേതൻ ഗ്രൂപ്പിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചു. പറ, ചേതൻ ഗ്രൂപ്പിനെ മുൻപിൽ നിർത്തി നീ കളിക്കുന്ന ഈ കളി ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? അത് കേട്ടതും സുവർണ, അതെ, ഞാൻ നീ കളിച്ചത് നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാടി. നീ എത്രയൊക്കെ വിചാരിച്ചാലും രാധിക മാമിനും വരുൺ സാറിനുമെതിരെ ഒരു തെളിവുകളും നിനക്കുണ്ടാക്കാൻ പറ്റില്ല. അത് കേട്ടതും ഗീതു ആ ഡോളറിലൊന്ന് പിടിച്ചു. അതിനുശേഷം അതിലേക്കൊന്ന് നോക്കി, തെളിവുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടടി എന്നും മനസ്സിലാലോചിക്കണം. നീ എന്തൊക്കെ വിചാരിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഗോവിന്ദ് സാർ രാധിക മാമിനെയും വരുൺ സാറിനെയും തെറ്റായിട്ട് ചിന്തിക്കുക പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനിത് ഈസി ആയിട്ട് തന്നെ നിന്നോട് പറയാം. അതേടി, ഞാൻ വരുൺ സാറിനും രാധിക മാമിനും വേണ്ടി തന്നെയാണ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ചേതൻ ഗ്രൂപ്പിൻ്റെ പേരിട്ടതൊക്കെ വെറും ഒരു കളി മാത്രം. പക്ഷേ നീ 3 പ്രാവശ്യം എന്നെ തല്ലി. ഈ 3 പ്രാവശ്യം നീ എന്നെ തല്ലിയ തല്ലിന് നിന്നോട് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. നീ നോക്കിക്കോ, നിന്നെ തിരിച്ചു തല്ലാനും ആളുണ്ടാവും. അത് കേട്ടതും 1 പഴച്ചാൽ 3 പക്ഷെ ഞാനതങ്ങ് തെറ്റിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഒരടി കൂടെ സുവർണയുടെ കവളത്തിട്ട് കൊടുക്കുക. അടി കൊണ്ട് നന്നായിട്ട് ചുവന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതു സുവർണയെ വീണ്ടും നോക്കുക. ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ലേ, ഇനിയെങ്കിലും എന്നെ വിട്ടൂടെ എന്നും സുവർണ ചോദിക്കുകയാണ്. അത് കേട്ടതും ശരി, നിന്നെ വിടാം എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. പക്ഷേ എന്നാൽ സുവർണ പോയിക്കോ. അത് കേട്ടതും സുവർണ പോകാനൊരുങ്ങുമ്പോഴേക്കും സുവർണ ഒന്ന് നിന്നേ. അപ്പോൾ സുവർണ അവിടെ നിന്ന് ഒരൊറ്റ അടിയും കൂടെ വീണ്ടും ഗീതു കൊടുക്കുക. ഇപ്പം എന്തിനാ എന്നെ തല്ലിയത്? അത് കേട്ടതും ഈ തല്ലിയതൊന്നും ഞാൻ നമ്മളെ ബന്ധപ്പെട്ട കാര്യമായിട്ടൊന്നും ഇതാക്കാൻ വേണ്ടിയല്ല. പിന്നെ ഞാൻ നിന്നെ തല്ലിയത് എന്തിനാണെന്നറിയാമോ? ഒരു കാരണമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത രേഖേച്ചിയുടെ ജീവിതത്തിൽ കയറി നീ കളിക്കുന്നുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടി വരുണേട്ടനെ കയ്യിലെടുത്ത് രേഖേച്ചിയെ വിഷമിപ്പിക്കുന്നത്. ഇനി മേല എൻ്റെ രേഖേച്ചിക്ക് ഒരു വിഷമം പോലും ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. ഉണ്ടാകുമോ? അത് കേട്ടതും ഇല്ല മാം എന്നും നമ്മുടെ സുവർണ പറയുകയാണ്. അത് കേട്ടതും അങ്ങനെയെങ്കിൽ നിനക്കിനി അടികൊള്ളാതെ രക്ഷപ്പെടാം. അടികൊണ്ട് സുവർണയുടെ കവിള് നല്ല തക്കാളിപ്പഴം പോലെ ചുമന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്, കോൺഫറൻസ് ഹാളിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് മുഖം കഴുകി നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ ഈ തല്ലുകൊണ്ട പാടും 5 വിരലിൻ്റെ കൈപ്പാട് അവിടെ കിടക്കുന്ന കാണുമ്പോഴേ സുവർണയ്ക്ക് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്നായിട്ട് മേക്കപ്പ് ഇട്ടോ, ഇല്ലെങ്കിൽ പ്രശ്നമാവുമേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടതും നീ എന്തൊക്കെ വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീയെ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഇതിനുള്ള ചോദ്യം ചോദിക്കാൻ ആളുണ്ടാവൂടി എന്നും പറഞ്ഞുകൊണ്ട് സുവർണ നിൽക്കുക. അതെ, എനിക്ക് പേടിയൊന്നുമില്ല. ഇനിയും സുവർണയെ തല്ലാൻ ഒരു മടിയുമില്ല. എന്താ, തല്ല് വേണോ? പിന്നെ ഈ AGMൻ്റെ ചെയർമാനെ എടി പൊടി എന്നൊക്കെയുള്ള വിളി അങ്ങ് അവസാനിപ്പിച്ചോളണം. ഇല്ലെങ്കിൽ ഇനിയും കിട്ടും ഇതുപോലെ. ഇപ്പോൾ തനിച്ച് നിന്ന് കിട്ടിയത്, അതല്ലെങ്കിൽ ഇനി സ്റ്റാഫുകളുടെ മുൻപിൽ നിന്ന് കിട്ടും. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിലും ഇന്ന് നീ ഇവിടം വിട്ട് പോകില്ലായിരുന്നു. കാരണം നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഗുണ്ടകൾ. അതുകൊണ്ട് സൂക്ഷിച്ചോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു സുവർണയോട് പോകാൻ പറയാം. അങ്ങനെ സുവർണ അങ്ങ് പോയി. സുവർണ പോയി കഴിഞ്ഞതും ഗീതു ആ ലോക്കറ്റ് പിടിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കുക. അങ്ങനെ ഗോവിന്ദേട്ടനും പിന്നെ വിജയലക്ഷ്മി മാമിനും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല 1-ാം തരം തെളിവുകൾ എനിക്ക് കിട്ടി. രാധികയുടെയും വരുണിൻ്റെയും ഒക്കെ യഥാർത്ഥ കള്ളമുഖം എന്താണെന്ന് ഈ ക്യാമറ തെളിയിച്ചു കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ പോയി നന്നായിട്ട് ആലോചിക്കുക. അതിനുശേഷം ഫോൺ എടുത്തിട്ട് വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്. വിജയലക്ഷ്മി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും വിജയലക്ഷ്മി ഫോൺ എടുത്തു. ഹലോ ഗീതു, എന്താ ഗീതു? മാം, ഞാൻ പറഞ്ഞതുപോലെ രാധികാമ്മയ്ക്കും വരുണേട്ടനുമുള്ള തെളിവുകൾ ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു. അത് കേട്ടതും അതൊന്നും വെറുതെ അവരും പറയുന്ന തെളിവുകളായിട്ട് കാര്യമില്ല ഗീതു. അത് നല്ല തെളിവുകൾ വേണം, കൃത്യമായിട്ട് വെളിപ്പെടുത്താൻ പറ്റുന്ന തെളിവുകൾ തന്നെയാണ് മാഡം ഞാൻ ശേഖരിച്ചിരിക്കുന്നത്. എന്താണെന്നല്ലേ, അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അവരുടെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഉഗ്രൻ തെളിവുകൾ. അതിൽ വരുണേട്ടൻ പറയുന്നതുകൊണ്ട്, രാധികാമ്മ പറയുന്നതുകൊണ്ട്, സുവർണ പറയുന്നതുകൊണ്ട്. എന്താ പോരെ? മതി
എനിക്ക് ഇത്രയും കേട്ടാൽ മതി, ഇത് മാത്രം മതി. കാരണം അറയ്ക്കൽ തറവാട്ടിൽ രാധിക കളിക്കുന്ന ഓരോ കളികളും മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി കളിക്കുന്ന കളികളാണെന്ന് ഗോവിന്ദനെ അറിയിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യാനും മോളെന്നെ സഹായിച്ചല്ലോ. സമാധാനായി, സന്തോഷായി. രാധിക എന്ന ആ വൃത്തികെട്ട സ്ത്രീ ആ വീടിൻ്റെ പടിയിറങ്ങിപ്പോണം. ഇനി നടക്കേണ്ടത് അവിടെ ഒരു ശുദ്ധി കലശമായിരിക്കണം. അത് കേട്ടതും അതെ മാം, അത് തന്നെ നടക്കും. രാധികയും വരുണു എന്നൊക്കെ പറഞ്ഞ കള്ളക്കാർക്കോടകനും ആ രാധിക എന്ന രാക്ഷസിയുമൊക്കെ അറയ്ക്കൽ തറവാടിൻ്റെ പടിയിറങ്ങിപ്പോകുന്ന അടിപൊളി മുഹൂർത്തത്തിലേക്കാണ് ഇനി കഥ പോകാൻ പോകുന്നത് എന്നും ഗീതു പറയുകയാണ്. അതെ, ആ ക്ലൈമാക്സ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ എനിക്കും നിന്നോട് ചില കാര്യങ്ങളും സത്യങ്ങളും തുറന്നു പറയാനുണ്ട്. രാധികാമ്മയുടെയും എൻ്റെയും തുടക്കം എവിടെ നിന്നായിരുന്നു എന്നും പിന്നെ എനിക്കും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒക്കെ ഞാൻ നിന്നോട് പറയാം. ചെമ്പകശ്ശേരി തറവാട്ടിൽ ഗോവിന്ദ് ആരായിരുന്നെന്നും ഒക്കെ ഞാൻ നിന്നോട് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ അന്വേഷണം ഇതോടുകൂടെ പൂർത്തിയാകും മാം. അതെ, ഇതോടുകൂടെ എല്ലാം പൂർത്തിയാകും. അങ്ങനെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വീണ്ടും അറയ്ക്കലിലേക്ക്. അതുമാത്രമല്ല, അവിടെ വെച്ച് പല ക്ലൈമാക്സുകളും നടത്താനുണ്ട്. രാധികയും വരുണുമൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ചാണകവെള്ളം തളിച്ച് അറയ്ക്കൽ തറവാടിൻ്റെ വീടിൻ്റെ മുൻപിൽ ശുദ്ധികലശം നടത്തി ആ രാക്ഷസി ഒരിക്കലും അറയ്ക്കൽ തറവാടിൻ്റെ പടി കടന്ന് വരാത്തക്ക വിധം ഗോവിന്ദൻ്റെ മുൻപിൽ എല്ലാ തെളിവുകളും വെച്ച് നിർത്തണം. അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. മാഡം ധൈര്യമായിട്ടിരിക്കെ, പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഗോവിന്ദേട്ടൻ ഇതോടുകൂടെ എല്ലാം അറിയും. ഇപ്പം തന്നെ എല്ലാം ഗോവിന്ദേട്ടനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക ഞാൻ. വേണ്ട, ഈ സത്യങ്ങളൊക്കെ ഗോവിന്ദ് അറിയേണ്ടത് ഓഫീസിൽ വെച്ചല്ല, വീട്ടിൽ വെച്ചാണ്. അവിടെ വെച്ച് ഈ കാര്യത്തിലൊക്കെ സാക്ഷികളായും പ്രതികളായും നിൽക്കുന്നവരെ നീ തന്ത്രപൂർവ്വം ബുദ്ധിപരമായും അവിടെ എത്തിക്കണം. എല്ലാവരും അറയ്ക്കലിലെത്തിയതിന് ശേഷം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേണം ഈ ശത്രുക്കൾ ആരാണെന്ന് നീ ഗോവിന്ദനെ കാണിച്ചു കൊടുക്കാൻ. ഓക്കെ മാം, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. ഇനിയെല്ലാം മാമിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മി ആലോചിക്കുകയാണ്. എടി രാധികയെ, നിനക്കുള്ള തെളിവുകൾ ഗീതു ശേഖരിച്ചു കഴിഞ്ഞടി. ഇനി യുദ്ധമാണ്. അറയ്ക്കൽ തറവാട്ടിൽ നീയും ഗീതുവും ഞാനും തമ്മിലുള്ള യുദ്ധം. യഥാർത്ഥ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയും ആലോചിക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് നന്ദി പറയുക. ഭഗവാനെ, ഈ ഒരു അവസരം ഞങ്ങൾക്ക് പാഴാക്കി പോകാൻ അനുവദിക്കരുതേ. ഞങ്ങളെ കാത്തോളണേ. തെളിവുകളെല്ലാം ഗോവിന്ദനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നീയും ഗീതുവിന് കൂട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഗീതു ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അതൊക്കെ നോക്കുക. വരുൺ സംസാരിക്കുന്നതും നമ്മുടെ രാധിക സംസാരിക്കുന്നതും സുവർണ സംസാരിക്കുന്നതും ഒക്കെ ഗീതു കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും മതി, ഇത്രയും മതി. എനിക്ക് തെളിവുകൾ ഇത്രയും കിട്ടിയാൽ മതി. ഇനി എന്തായാലും ഗോവിന്ദേട്ടൻ എല്ലാ സത്യങ്ങളും അറിയണം. ചുറ്റും കൂടി നിൽക്കുന്നവരും ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്നവരും ഒക്കെ വെറും അഭിനയം മാത്രമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ണേട്ടനെ മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ലാപ്ടോപ്പിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കഥക് തുറന്ന് ഓടി വരികയാണ് നമ്മുടെ വർണിക. സോറി ഗീതാഞ്ജലി, ചോദിക്കാതെ വന്നതിന് എന്നോട് ക്ഷമിക്കണം. അത്രയ്ക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നോട് ക്ഷമിക്കണം ഗീതാഞ്ജലി. എന്താ വർണിക, എന്താന്ന് പറ. പുറത്ത് ഏതോ ഒരു സ്ത്രീ AGM-ൻ്റെ ഹാളിൽ വന്നതെന്ന് ഗോവിന്ദ് സാറിനോട് മെക്കിട്ട് കയറുന്നു. ആരാ അത്? ആരാന്നൊന്നും അറിയില്ല. ഗോവിന്ദ് സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അധികാരത്തോടു കൂടെയും അവകാശത്തോടു കൂടെയും ഗോവിന്ദ് സാറിനോട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റാഫുകളും നോക്കി നിൽക്കെ ഗോവിന്ദ് സാറിൻ്റെ മെക്കിട്ട് കയറി സംസാരിക്കുക. ഗീതാഞ്ജലി വന്നില്ലെങ്കിൽ കാര്യം വഷളാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാ ഗീതാഞ്ജലി എന്നും പറയുവാണ്. അത് കേട്ടതും ഗീതുവും ലാപ്ടോപ്പും മാലയും അവിടെ വെച്ചതിന് ശേഷം വർണികയുടെ പിന്നാലെ അങ്ങ് പോവുക. അവിടെ ചെന്നപ്പോൾ ഗോവിന്ദും ആ രഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗോവിന്ദേട്ടൻ പറ, എല്ലാ അധികാരവും അവകാശവും എനിക്കിവിടെ കിട്ടിയേ പറ്റൂ. രഞ്ജു, നിന്നെ ഞാൻ അന്നേ ഓടിച്ചു വിട്ടതാ. എനിക്കറിയില്ല, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകർത്തത് ആ സ്ത്രീയാ, നിൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ. പിന്നെ നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? നീ അവരോട് ചെന്ന് പറ. എൻ്റെ അമ്മയൊന്നും അല്ല, നിങ്ങളുടെ ആ വീട്ടിലുള്ള ആ സ്ത്രീയാണ് എൻ്റെ ജീവിതം തകർത്തത്. അവർ കാരണമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എന്നോടൊന്നും പറയണ്ട, കൂടുതലായിട്ട് ഒന്നും പറയാൻ വേണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ എനിക്ക് കിട്ടേണ്ടതൊക്കെ തന്നേ പറ്റൂ. എന്തവകാശം നിനക്ക് അറയ്ക്കലുള്ളത്? അപ്പോൾ ഗീതു ചോദിക്കുക, അതെ നിങ്ങളാരാ? നിങ്ങളന്ന് അറയ്ക്കലി വന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിനക്ക് മുൻപേ അറയ്ക്കലിലെ എല്ലാ അധികാരവും അവകാശവും പിടിച്ച് കിട്ടേണ്ടേ അത് കിട്ടി. അതിൽ കൈ പിടിച്ച് കയറി വരേണ്ട പെണ്ണ് ഞാനായിരുന്നു, അല്ലാതെ നീയല്ല. മനസ്സിലായല്ലോ? നിനക്ക് മുന്നേ അറയ്ക്കലിലേക്ക് എത്തേണ്ടവൾ ഞാനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കേട്ടതും ഗീതു ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക. ഗോവിന്ദും ആകെ സങ്കടപ്പെട്ട് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ
രഞ്ജു പറയാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിൽ നീ ഇടപെടണ്ട. ആര് പറഞ്ഞു ഞാൻ ഇടപെടണ്ടെന്ന്? എനിക്ക് ഇടപെടണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്താ സംഭവിച്ചതെന്ന്, ആരാണ് നിങ്ങളെന്ന് ഒക്കെ എന്നോട് പറയണം. പറ, മര്യാദയ്ക്ക് പറ. അതൊന്നും നീ അറിയണ്ട ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രഞ്ജു, ഗോവിന്ദേട്ടൻ പറ, എനിക്ക് എല്ലാ അധികാരവും അവകാശവും കിട്ടിയേ പറ്റൂ, എന്നോടത് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജുവും ആകെ വാശി പിടിച്ച് നിൽക്കുക. ഈ സമയം നിന്നോടുണ്ടായിരുന്ന എല്ലാ സ്നേഹവും ബന്ധമൊക്കെ അവസാനിപ്പിച്ചതല്ലേ ഞാൻ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും മനുഷ്യൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് കയറിറങ്ങി നടക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. നിങ്ങളോട് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം, ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു പറയാതെ കേട്ടതും ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ട്, ദേ ഇതാണ് എൻ്റെ ഭാര്യ, ഇവള് മാത്രമാണ് ഇനി എൻ്റെ ജീവിതത്തിലുണ്ടാവും, അതുകൊണ്ട് നിന്നെപ്പോലൊരു റോള് ഇനി ഇവിടെ വേണ്ട. അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഗീതു നിറകണ്ണുകളോടുകൂടെ രഞ്ജുവിൻ്റെ മുന്നിലേക്ക് ചെന്നു. നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ദേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കെട്ടിയ ആളാ കണ്ണേട്ടൻ. ആ ആള് എൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക്, ഈ താലിയുടെ അവകാശി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളാരാ? എനിക്കറിയണം നിങ്ങളാരാണെന്ന്, എന്നോട് പറഞ്ഞേ പറ്റൂ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും രഞ്ജു, അതെനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ നിന്നേക്കാൾ മുന്നേ അറയ്ക്കലിലേക്ക് സകല അധികാരത്തോടെയും അവകാശത്തോടെയും കയറി വരേണ്ട ആളാണ് ഞാൻ. അതുമാത്രമല്ല, ഇപ്പോൾ നീ ഇരിക്കുന്ന ഈ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കേണ്ട ആളായിരുന്നു ഞാൻ. എല്ലാം നശിപ്പിച്ചത് അവരാ, ആ സ്ത്രീ ഒറ്റൊരുത്തിയാ എന്നും രഞ്ജു പറയാം. അത് കേട്ടതും, ഗോവിന്ദേട്ടാ നിങ്ങൾ എന്നോടൊപ്പം മര്യാദയ്ക്ക് വരുന്നോ ഇല്ലയോ? ദേ നിങ്ങൾ എന്നോടൊപ്പം വന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതൊക്കെ ഇവിടെ വെച്ച് പറയേണ്ടി വരും. അത് കേട്ടതും ഗോവിന്ദ്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. അത് കേട്ടതും, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഈ കാര്യം എല്ലാവരോടും കൂടെ പറയാം, ഇവിടുത്തെ സ്റ്റാഫുകളും കൂടെ അറിയട്ടെ ഗോവിന്ദൻ്റെ ചരിത്രം എന്താണെന്ന്, പഴയ ഗോവിന്ദ് മാധവൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് എല്ലാം ഇവരറിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും യഥാർത്ഥ ഗോവിന്ദ് ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു പറയുന്നത് കേട്ട് നമ്മുടെ ഗോവിന്ദ് ഞെട്ടി. അപ്പോഴേക്ക് രഞ്ജു എല്ലാം പറയാൻ വേണ്ടി മുന്നിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ അജാസ് രഞ്ജുവിനെ തടയാണ്. അതെ, ഗോവിന്ദ് സാറിനെ ഇവിടെ നാണം കെടുത്താൻ ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓഫീസിലിരുന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വെച്ച് ഗോവിന്ദ് സാറിന് ഒരു അപമാനം ഉണ്ടാവാനും ഞാൻ അനുവദിക്കില്ല. അജാസ്, നിങ്ങൾ വെറും ബോഡി ഗാർഡും മാത്രമാണ്, പക്ഷേ അതിനേക്കാളും വലിയ അവകാശിയായ ഞാൻ പറയുന്നത് ഗോവിന്ദേട്ടനനുസരിച്ചേ പറ്റും. ഗോവിന്ദേട്ടൻ എൻ്റെ ഒപ്പം വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാം തുറന്നു പറയും. അപ്പോൾ ഗീതു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയ ആളാ കണ്ണേട്ടൻ. അങ്ങനെയുള്ളപ്പോൾ ആ അധികാരത്തോടുകൂടെ ചോദിക്കുക, നിങ്ങൾ ആരാ, എന്ത് പറയാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? എനിക്കെല്ലാം അറിഞ്ഞേ പറ്റൂ. അറയ്ക്കൽ തറവാട്ടിൽ 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥകളൊക്കെ എനിക്കറിയണം, പറയാനല്ലേ പറഞ്ഞത് എന്ന് ഗീതു തറപ്പിച്ച് ചോദിക്കുകയാണ്. അത് കേട്ടതും, രഞ്ജു നീ വാ, നിനക്ക് എന്നോടല്ലേ സംസാരിക്കാനുള്ളത്, നിനക്ക് എന്നോട് സംസാരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതായിരിക്കണം നീ എന്നെ കാണാൻ വരുന്ന ആദ്യത്തെയും അവസാനത്തെയും ദിവസം. ഇനി മേല എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞ് നീ വരാൻ പാടില്ല എന്നും പറയുവാണ്. അത് കേട്ടതും നമ്മുടെ ഗീതു ഞെട്ടിപ്പോയി. ഗീതു രഞ്ജുവിനെ നോക്കി, അപ്പോൾ രഞ്ജു ഗോവിന്ദനെ നോക്കി. അങ്ങനെ 3 പേരും പരസ്പരം മുഖം മാറി മാറി നോക്കുക. അപ്പോൾ വിനോദ് ചോദിക്കുക, ഇതാരാ ഈ സ്ത്രീ? വിനോദിന് മനസ്സിലായില്ലേ, ഇതാരാന്ന് വെച്ചാൽ ഗോവിന്ദ് സാറിൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പാന്ന് തോന്നുന്നു. ആദ്യത്തെ റിലേഷൻ ആയതുകൊണ്ടാണല്ലോ ഗോവിന്ദ് സാറ് ആകെ പേടിച്ച് പറിച്ച് നിൽക്കുന്നത്. അവരെന്ത് അധികാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്? സത്യം പറയാമല്ലോ, ഗോവിന്ദ് സാറ് തന്നെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സുവർണ്ണ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗീതുവിൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുക, സങ്കടം കൊണ്ടും പേടി കൊണ്ടും. കാരണം താനിപ്പോൾ ഒന്ന് കണ്ണേട്ടനെ ഇഷ്ടപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും മറ്റൊരു അവകാശി തൻ്റെ കണ്ണേട്ടനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമെന്നാണ് ഗീതുവിൻ്റെ പേടി. ഈ സമയം രഞ്ജുവിൻ്റെ കൈ പിടിച്ച് ഗോവിന്ദ് അങ്ങോട്ട് പോകാനൊരുങ്ങണം. അപ്പോഴേക്കും ഞാനിവിടെ വരാം കണ്ണേട്ടാ. വേണ്ട, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയിലേക്ക് നിനക്ക് ഒരു റോളും ഇല്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് ലിഫ്റ്റിൽ കയറി ഗോവിന്ദ് രഞ്ജുവിനെയും കൂട്ടി അങ്ങ് പോയി. ആ കാഴ്ച കണ്ട് ഗീതുവിൻ്റെ ചങ്ക് തകർന്നു പോയി. ഹൃദയം നുറുങ്ങുന്ന വേദന. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയിലേക്ക് നിനക്ക് ഒരു റോളും ഇല്ല, അതിലേക്ക് നീ കയറി വരികയും വേണ്ട. ഗോവിന്ദൻ്റെ ആ വാക്ക് ഗീതുവിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കയറി വന്നു. അതെ, താനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ തന്നെ അവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് രഞ്ജുവിൻ്റെ കൈയും പിടിച്ച് പോകുന്ന കണ്ണേട്ടനെ മാത്രം ഓർത്തുകൊണ്ട് ഗീതു അവിടെ നിന്നും തൻ്റെ ക്യാബിനിലേക്ക് പോയി.
അവർണികയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായി. അപ്പോഴും രഞ്ജു ഗീതുവിനെ നന്നായിട്ട് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അവർ പോയി കഴിഞ്ഞതും അജാസും അവർണികയ്ക്ക് ആലോചിക്കുകയാണ്. അവർണികയാണെങ്കിൽ ഗീതുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് പിന്നാലെ പോയി. ഈശ്വര, വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. കാരണം ഗീതാഞ്ജലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോവിന്ദ് സാറിനെ. അങ്ങനെ അവരുടെ മുൻപിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇതൊരിക്കലും മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അവർണികയും ഗീതുവിൻ്റെ അടുത്തേക്ക് പോവുക. ഈ സമയം അജാസ് ആലോചിക്കുകയാണ്, ഗോവിന്ദ് സാറിൻ്റെ ജീവിതം തകർക്കാൻ ആര് വന്നാലും ഏതവളുമാരായാലും ഞാൻ സമ്മതിക്കില്ല. അതിനെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ എതിർത്ത് ഗോവിന്ദ് സാറിനെയും ഗീതാഞ്ജലി മേഡത്തെയും ഞാൻ രക്ഷിച്ചിരിക്കും എന്നും അജാസ് കണക്ക് കൂട്ടി പറയുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഗീതു ആ തെളിവുകൾ ശേഖരിച്ച ലാപ്ടോപ്പും ചെയിനും ക്യാമറയും ഒക്കെ ആ ടേബിളിൽ വെച്ചിട്ട് വന്നിരിക്കുക. അതൊക്കെ ഇനി ആരെങ്കിലും എടുത്ത് മാറ്റുമോ? അതൊക്കെ ഇനി ഗോവിന്ദിന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അറയ്ക്കലിലെ യഥാർത്ഥ ശത്രുക്കൾ, യഥാർത്ഥ പ്രതികൾ രാധികാമ്മയും വരുണും സുവർണയും ഒക്കെയാണെന്ന് നമ്മുടെ ഗോവിന്ദനെ മനസ്സിലാക്കി കൊടുക്കാൻ ഗീതുവിന് കഴിയുമെന്ന് തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവരും കാത്തിരുന്ന അടിപൊളി മുഹൂർത്തത്തിലേക്കാണ്. രഞ്ജുവും വിജയലക്ഷ്മിയൊക്കെ ആരാണെന്നുള്ള സത്യം തെളിയാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.